നമ്മളെ ഇപ്പോൾ പറിച്ചെടുത്ത ഇത്രയും മാങ്ങ ടെറസിൽ നിന്ന് തോട്ടിയിട്ടും താഴെ നിന്ന് കൈവച്ചും ഒക്കെ പറിച്ചു. ഒരെണ്ണം പോലും ചതഞ്ഞിട്ടില്ല. അപ്പോൾ ചതയാത്ത നല്ല ഉഗ്ര നീലം മാങ്ങയാണ്. ഇനി ഇതിനെ നമുക്ക് ഒരു പുഴു പോലും ഇല്ലാതെ പഴുപ്പിച്ചെടുക്കാം. നല്ല സൂപ്പർ മാങ്ങ ഇങ്ങനെ പഴുപ്പിച്ചെടുക്കണോ? നമ്മുടെ മാങ്ങ പച്ചയായിരിക്കുമ്പോൾ അതിനകത്ത് പുഴുവില്ലല്ലോ. പഴുത്ത് കഴിയുമ്പോഴല്ലേ പുഴു ഉണ്ടാകുന്നത്. ആ പുഴുക്കളെ നമുക്ക് ഇങ്ങനെ നശിപ്പിക്കാം. അതെ, ഞാൻ ഈ നെറ്റ് ആദ്യം മാറ്റാവേ, എന്നിട്ട് ഈ നെറ്റിന് ഇടയ്ക്ക് കൂടെ തന്നാൽ മതി കേട്ടോ. അത് അഴിക്കാൻ പറ്റുമോ ആപ്പേ? ആ, ഇങ്ങെത്തി. പക്ഷെ ഇതൊന്നും അഴിച്ച് കെട്ടിയില്ലെങ്കിലേ ഇതിന് നീളമില്ല കേട്ടോ. ഇതേ നല്ലൊരു ഉഗ്രം തോട്ടിയായിരുന്നു. പക്ഷെ കാലപ്പഴക്കം കൊണ്ടും നമ്മുടെ യൂസ് കൊണ്ടുമാണ് ഇത് ഒടിഞ്ഞു പോയത്. ഇത് ഒടിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഫെസിലിറ്റി എല്ലാം പോയി. പിന്നെ ഇതാണ്ട് ഇങ്ങനെ കെട്ടിവെച്ചാൽ ഇതിൻ്റെ ഉപയോഗം. അപ്പോൾ ഇത് ഇത്രയും ലെങ്ത് ഇവിടെ പോയിരിക്കുന്നു. അതും കെട്ടിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ആടി നിൽക്കുക. അപ്പോൾ ഇതൊന്ന് അഴിച്ച് നല്ല രീതിയിൽ കെട്ടാൻ പറ്റും. ഇതിന് ഒന്നല്ല കേട്ടോ, ഡബിൾ കട്ടായിട്ട് വെച്ചിരിക്കുന്നത്. എൻഡിലുള്ള ഈ കൊട്ടയുണ്ടല്ലോ, ഇതിന് പല സാധനങ്ങളുണ്ട്. അതായത് ഒരു നമുക്ക് ചക്കയൊക്കെ ഇടണമെങ്കിൽ ഇത് അരുവിയാക്കി എടുക്കാം. പിന്നെ എന്തെങ്കിലും പറിക്കാനാണെങ്കിൽ തോട്ടിയായിട്ടിങ്ങനെ പറിക്കുന്ന രീതിയിലാക്കാം. അങ്ങനെ ഈ എൻഡ് നമുക്ക് പലതും ഡിറ്റാച്ചബിളാണ് കേട്ടോ. ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ഇതിൻ്റെ ഹെഡ് ഇതിൽ ഫിക്സ് ചെയ്യാം. ഇത് ഞാൻ ഡിറ്റാച്ച് ചെയ്ത് കാണിക്കാം. പലർക്കും ഉള്ളതായിരിക്കും. എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സാധനം കേട്ടോ ഇതുണ്ടാ. ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ചക്ക ഇടാനാണെങ്കിൽ അരുവ നമുക്കിതിൽ ഫിക്സ് ചെയ്യാം. അത് ഇതിന് തന്നെയുള്ള ഇങ്ങനെ പിരിയുള്ള അരുവകൾ ഇതിൻ്റെ കൂടെ തരും കേട്ടോ. പിന്നെ നമുക്ക് വല്ല ഓമയ്ക്കയോ അങ്ങനെയുള്ളതൊക്കെ പറിക്കണമെങ്കിൽ ഇങ്ങനെ ബാക്കിയുള്ള തോട്ടിയുണ്ട്. എന്ത് സാധനത്തിനും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സാധനമായിരുന്നു ഇത്. പക്ഷേ ഒടിഞ്ഞു പോയി കേട്ടോ. നമ്മുടെ തോട്ടി ഞാൻ അഴിച്ചു കെട്ടി. ഇത്ര നീളം കൂടെ കിട്ടി എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് നമ്മുടെ ഈ ഫ്ലാറ്റുകളിലൊക്കെ പ്രാവൊക്കെ കയറാതിരിക്കാൻ കെട്ടുന്ന നെറ്റാണ്. അത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ടെറസൊക്കെ കെട്ടിയെന്നേ ഉള്ളൂ. ഈ കാക്ക, പ്രാവ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, അടുത്ത വീട്ടിലെ സാധനങ്ങളും നമ്മുടെ വീട്ടിലെ വേസ്റ്റും എന്തൊക്കെ വെളിയിൽ കിടക്കുന്നോ അത് മുഴുവൻ കൊണ്ടുവന്ന് ഈ ടെറസയിലാക്കും. അതുപോലെ തന്നെ തുണി വിരിച്ചിട്ടാൽ അത് മുഴുവനും വന്നിരുന്ന് കാഷ്ടിച്ച് വെച്ചിട്ടും പോകും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇങ്ങനെ നെറ്റ് വലിച്ചു കെട്ടി. ഇതാകുമ്പോൾ ത്രൂ ആൻഡ് ത്രൂ എയർ പാസേജ് നടക്കും. നമുക്ക് ആവശ്യമുള്ളപ്പം ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് വേണേൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ മാങ്ങ പറിക്കാനായിട്ടും ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ. നമ്മുടെ ടെറസേ നമ്മളിങ്ങനെ നെറ്റിട്ടിരിക്കുകയാണ്. ചുറ്റും നെറ്റാണ്. ഇത് നമ്മുടെ കാക്കകളെയും പ്രാവിനെയും ഒക്കെ അകത്ത് കയറ്റാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇപ്പോഴേ നമ്മുടെ കാക്കകൾക്ക് ഈ തുണിയുടെ മുകളിൽ വന്നിരിക്കാൻ പറ്റില്ല. ഇതുണ്ട്, എല്ലായിടും ഫുള്ളായിട്ട് നമ്മൾ നെറ്റിട്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് പറയണ്ടേ? ഇത് നമ്മുടെ ഈ മെറ്റൽ ഉണ്ടല്ലോ, മെറ്റൽ ബാർ, ആ ബാറിൽ വെറും ടൈ ഇട്ട് കെട്ടിയിരിക്കുകയാണ് മുകൾ പോർഷനിൽ. താഴെയാണെങ്കിലോ കാണിക്കാം. നെറ്റിൻ്റെ മറ്റേ അറ്റം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സി ഹുക്കിലാണ്. ഇത് നമ്മൾ അയയൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഹുക്ക് തന്നെയാണ്. ഇത് നമ്മുടെ ഭിത്തിയിൽ അടിച്ചിരിക്കുക. ആവശ്യാനുസരണം നമുക്ക് ഈ ഹുക്കിലേക്ക് നമുക്ക് നെറ്റിനെ വലിച്ചിടുകയും ചെയ്യാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളകിപ്പോരും. അപ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. നമുക്ക് എപ്പോൾ വേണേലും ഇടാനും ഊരാനും പറ്റും. അപ്പം നമ്മുടെ നെറ്റിനെ ഈ ഹുക്കിൽ നിന്ന് അങ്ങ് വിടിയിച്ചിട്ട് ഇത് കുറച്ച് കൂടുതൽ ഏരിയ വിടിക്കണം. ഇനി നമുക്കിത് പൊക്കി വെക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം ഈ ഏരിയ കൂടെ നമ്മുടെ ആവശ്യാനുസരണം ഇത് പൊക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യാം. ഇടയ്ക്കൂടെ നമ്മുടെ തോട്ടിയെ ഇടുക. നമ്മൾ എയിം ചെയ്തിരിക്കുന്നത് നമ്മുടെ മാങ്ങ. നമ്മൾ ഇന്ന് പറിച്ചില്ലെങ്കിൽ ഇത് നാളെ കാക്കയോ അണ്ണാനോ കിളികളോ ഒക്കെ കൊണ്ടുപോകും. യെസ്, 3 നമ്മുടെ കയ്യിൽ സേഫായിട്ട് കിട്ടി. ഇതാണ്ടേ ഈ മാങ്ങയിലേ നല്ല രീതിയിൽ കറയുണ്ടേ. അതുകൊണ്ട് ഞാൻ ഈ മുറത്തിനകത്ത് ഒരു പേപ്പർ കൂടി ഇട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതങ്ങ് പഴുത്ത് പോയിട്ടുമില്ല, എന്നാൽ നല്ല മൂത്തതാണ്. അപ്പോൾ ഇത് 3 ഇനി നമുക്ക് മാക്സിമം പറിച്ചെടുക്കാം. നിങ്ങൾ എത്തുന്ന അത്ര ദൂരം നമുക്ക് പറിക്കാം.
കിട്ടി കിട്ടി കിട്ടി. ഇത് ഞാനേ ഒരു ട്രിപ്പ് തന്നെ 4-5 പേരെ ഒന്നിച്ച് പറിച്ചു. പക്ഷേ ഇതിൽ കൂടുതൽ പറിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മുടെ നെറ്റിൽ നിന്ന് താഴെ പോകും. ഇതുണ്ടോ, ഇത്രയുണ്ട്. ഇത്ര മാങ്ങയാണ് നമ്മളിപ്പോൾ പറിച്ചെടുത്തത്. ഇതെല്ലാം നല്ലതുപോലെ മൂത്തതാണ്, എന്നാൽ പഴുക്കാൻ തുടങ്ങിയിട്ടുമില്ല. നമ്മുടെ മാങ്ങ പറിക്കൽ കഴിഞ്ഞു. ഇനി നമ്മുടെ തോട്ടിയെ വന്ന വഴി തന്നെ താഴേക്ക് ഇറക്കിയേക്കാം. ഇങ്ങനെ അങ്ങ് ഇറക്കി കൊടുക്കാം. ഇതിങ്ങനെ വലിച്ചെടുക്കുക. ഇത് നമ്മുടെ ഹുക്കിലോട്ട് ഹുക്ക് ചെയ്യുക. ഈ മാങ്ങയും നല്ല മൂത്ത് പരുവായിട്ട് നിൽക്കുക. അപ്പോൾ ഇത് കൂടെ നമുക്ക് ഇപ്രാവശ്യത്തിൽ പഴുപ്പിക്കാൻ വയ്ക്കാം. നമ്മുടെ ഈ മാങ്ങകളെ തടിയെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം നല്ല പരുവായിട്ടിരിക്കുകയാണ്, നല്ല മൂത്തിരിക്കുക. അപ്പം നമുക്ക് ഇതുകൂടി ഇന്ന് പറിച്ചെടുക്കാം. ഇനി കൂടുതലായി കഴിഞ്ഞാൽ ഇത് പഴുത്തു പോകും. പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈച്ചയൊക്കെ കയറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതെല്ലാം നീല മാങ്ങയാണ്. പച്ചയ്ക്ക് ഇതൊക്കെ മുറിക്കുമ്പോഴേ ഒരു കേടും കാണില്ല. പക്ഷെ പഴുത്ത് കഴിയുമ്പോൾ, ഇത് മുറിച്ച് കഴിയുമ്പോൾ നിറയെ പുഴുക്കളാണ്. അപ്പം നമ്മുടെ ഈ മാങ്ങ കൂടെ നമുക്ക് പറിച്ചെടുക്കാം. ഇതാണ്ടേ നല്ല മൂത്ത് പരുവായിട്ട് നിൽക്കുക കേട്ടോ. ലാസ്റ്റ് വൺ. നിറയെ ചെന ചാടുന്നുണ്ട്. ഇത്ര മാങ്ങ കൂടെയായി. ഇതേ നീല മാങ്ങയാണ്. അത്യാവശ്യം നല്ല തൊലിക്കട്ടിയുള്ള മാങ്ങയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് പുഴു വരാനുള്ള കാരണം നമ്മുടെ ഈച്ചകൾ തന്നെയാണ്. ഈച്ചകൾ വന്ന് ഇതിൻ്റെ മുകളിലോട്ട് മുട്ടയിടും. ആ മുട്ട അവിടെ ഇരിക്കും. എന്നിട്ടിത് പഴുത്ത് കഴിയുമ്പോഴോ മുട്ട വിരിഞ്ഞ് പതുക്കെ ഇതിനകത്തോട്ട് വിരങ്ങിറങ്ങും. അങ്ങനെയാണ് പഴുത്ത മാങ്ങകളിൽ പുഴുക്കൾ വല്ലാണ്ടായിട്ട് വരുന്നത്. അപ്പോൾ പച്ചയ്ക്ക് ഇത് ചെത്തുമ്പോൾ ഇതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ പഴുത്ത് കഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നിറച്ച് പുഴുവായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ പുഴുക്കളെ തുരുത്താമെന്ന് നോക്കാം. നമ്മളെ ഇപ്പോൾ പറിച്ചെടുത്ത ഇത്രയും മാങ്ങ ടെറസിൽ നിന്ന് തോട്ടിയിട്ടും താഴെ നിന്ന് കൈവച്ചും ഒക്കെ പറിച്ചു. ഒരെണ്ണം പോലും ചതഞ്ഞിട്ടില്ല. അപ്പോൾ ചതയാത്ത നല്ല ഉഗ്ര നീല മാങ്ങയാണ്. ഇനി ഇതിനെ നമുക്ക് ഒരു പുഴു പോലും ഇല്ലാതെ പഴുപ്പിച്ചെടുക്കാം. അതിന് ചെറിയ പൊടിക്കൈകളുണ്ട്, നോക്കാം. പുഴുക്കളെ കൊല്ലാനായിട്ടേ നമ്മൾ ഉപയോഗിക്കുന്നത് തിളച്ച വെള്ളമാണ്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ നമ്മുടെ തിളച്ച വെള്ളം നമ്മളൊരു വലിയ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയും വെള്ളമുണ്ട്. ഇതിപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിലാണല്ലോ ഇത് തിളയ്ക്കുന്നത്. അത്രയും കൂടെ നോർമൽ പച്ചവെള്ളം കൂടെ എടുക്കണം. ആ പാത്രം തന്നെ അങ്ങ് മെഷറിംഗ് കപ്പായിട്ട് എടുക്കാം. അതായത് 100 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ചെറു ചൂടേ ഉള്ളൂ. ചൂട് അധികമായാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ മാങ്ങയെല്ലാം വെന്തു പോകും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും നല്ലതാണല്ലോ. ഏത് കാര്യത്തിനും ഉപ്പ് നമുക്കൊരു ഇൻഫെക്ഷൻ കൺട്രോളും ഏത് വൂണ്ടിന് പോലും ഇത് ഭയങ്കര എഫക്റ്റീവാണ്. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മുടെ മാങ്ങ ഒന്നൊന്നായിട്ടെടുത്ത് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം കേട്ടോ, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എങ്കിലേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തുള്ള പുഴുക്കളുടെ മുട്ടകളൊക്കെ ചത്തുപോകുള്ളൂ. ഇപ്പോൾ പറിച്ചുകൊണ്ട് ഇത് ഞെടുപ്പ് സഹിതമുണ്ട്. ഈ ചൂടുവെള്ളത്തിലെ ഇങ്ങനെ മാങ്ങ സോക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള അഴുക്കുകളും പിന്നെ എന്തെങ്കിലും ഫ്ലീസും അതിൻ്റെ മുട്ടയുള്ളതൊക്കെ പാടെ നശിച്ചു പോകും. ഇങ്ങനെ കിടക്കട്ടെ. 5 മിനിറ്റ് ഇതുപോലെ കിടക്കണം. പിന്നെ ഈ നീലം മാങ്ങയുടെ തൊലിക്കൊക്കെ നല്ല കട്ടിയാണ്, അതുകൊണ്ടിത് വെന്ത് പോകത്തൊന്നുമില്ല കേട്ടോ. നമ്മുടെ കൈയൊന്നും പൊള്ളത്തില്ല, അതുപോലത്തെ അത്രയും ചൂടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിൽ 5 മിനിറ്റ് സോക്ക് ചെയ്തിടാം. ഏതാണ്ട് 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മാങ്ങയൊക്കെ നമുക്ക് ഇതിലേക്ക് അങ്ങ് അരിച്ചെടുക്കാം. ഓരോ മാങ്ങയെടുത്ത് തുടച്ച് പേപ്പറിൽ പൊതിഞ്ഞ്
നമുക്കിത് പഴുക്കാൻ വയ്ക്കാം. അടുത്ത ഒരു 4-5 ദിവസം കഴിയുമ്പോൾ നമുക്കിതിനെ പൂളി നോക്കാം. അങ്ങനെ ഇതെല്ലാം നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കുകയാണ്. തുടയ്ക്കുമ്പോഴേ വെള്ളം നല്ലപോലെ കളയണം. കളഞ്ഞതിന് ശേഷം വേണം പത്രത്തിൽ നല്ല രീതിയിൽ പൊതിയാൻ. നമ്മുടെ മാങ്ങയെല്ലാം ഇതാണ്ട് തുടച്ച് നമ്മൾ പത്രത്തിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുക. ഇനി അടുത്ത 4 ദിവസം കഴിഞ്ഞ് നമുക്കിതിനെ എടുത്തു നോക്കാം. ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം, നമ്മുടെ കലവറ. ഇതാണ്ട് മാങ്ങയൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് ഇവിടെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്കിതിനെ സൂക്ഷിച്ച് വെച്ചേക്കാം. അടുത്ത 4 ദിവസം കഴിഞ്ഞ് നമുക്കിതിനെ എടുത്തു നോക്കാം. അതെ, നമ്മളൊന്ന് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങയില്ലേ, അതെങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ? ഇന്നിപ്പം 4 ദിവസം കഴിഞ്ഞു. ഇതെല്ലാമാണ് നമ്മളന്ന് പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത്രയും മാങ്ങകളായിരുന്നു നമ്മളന്ന് പൊതിഞ്ഞ് വെച്ചത്. ഇതെല്ലാം ഇതാണ്ട് നല്ലതുപോലെ പഴുത്തു. എന്ത് ക്ലീനും നീറ്റുമായിട്ടാണ് ഇരിക്കുന്നതല്ലേ. അപ്പോൾ ഇനി നമുക്ക് റാൻഡമായിട്ട് എടുത്ത് നോക്കാം. യെസ്, അപ്പം നേരെ തന്നെ മുറിക്കാം. നോക്ക്, ഒരു പുഴു പോലും ഇല്ല. എത്ര നല്ല മാങ്ങയായിട്ട് കിട്ടിയെന്ന് നോക്കി. പുഴുക്കളൊന്നും അകത്തോട്ട് കയറാൻ നമ്മൾ അനുവദിച്ചില്ല. അതാണ് സത്യം. ഒരു പുഴു പോലും നമ്മുടെ ഈ മാങ്ങയ്ക്കകത്ത് കയറിയില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ അവരെ നശിപ്പിച്ച് കളഞ്ഞു. സോ ഇങ്ങനെ ചെയ്താൽ മതി, മാങ്ങ പോലും പുഴുവില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം പുളി നോക്കി, നമുക്കൊന്നുകൂടെ പുളി നോക്കാം. ഈ അടുക്കി വെച്ചിരുന്ന മാങ്ങയ്ക്കകത്തുനിന്നേ നമുക്ക് ചുമ്മാ ഒരെണ്ണം എടുക്കാം. അപ്പം നമുക്ക് ഈ മാങ്ങ കൂടെ ഒന്ന് പുളി നോക്കാം. ഒരു പുഴു പോലും ഇല്ല. സോ ഇങ്ങനെ ചെയ്താൽ മതി. പച്ചമാങ്ങ ആയിരിക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു പുഴുവില്ലല്ലോ. അത് പഴുത്ത് കഴിയുമ്പോഴാണ് പുഴു വരുന്നത്. അപ്പോൾ ആ പുഴുക്കളെയും അതിൻ്റെ മുട്ടയെ നശിപ്പിക്കാൻ പറ്റിയ മാർഗ്ഗമാണിത്. ആർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഇങ്ങനെ ഒരു പുഴുവില്ലാതെ മാങ്ങ പഴുപ്പിച്ചെടുക്കണോ? ഇത് നല്ല സൂപ്പർ മാങ്ങ. എളുപ്പ മാർഗ്ഗമാണ്. ഇങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ മാങ്ങ പച്ചയായിരിക്കുമ്പോൾ അതിനകത്ത് പുഴുവില്ലല്ലോ. പഴുത്ത് കഴിയുമ്പോഴല്ലേ പുഴുവുണ്ടാകുന്നത്. ആ പുഴുക്കളെ നമുക്ക് ഇങ്ങനെ നശിപ്പിക്കാം. ആർക്കും എളുപ്പം വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്.